ഒരു കാലത്ത് വാർത്തകൾ എന്നത് 24 മണിക്കൂർ നീണ്ട ഒരു കാത്തിരിപ്പായിരുന്നു. ലോകത്ത് എന്ത് സംഭവിച്ചാലും അത് നമ്മളറിയാൻ പിറ്റേന്ന് രാവിലെ വീട്ടുകരിക്കൽ പത്രം വരുന്നതുവരെ കാത്തിരിക്കണമായിരുന്നു. ആ ശീലത്തെയാണ് ഇൻഷോട്ട്സും ഡെയിലി ഹണ്ടും പൂർണ്ണമായും പൊളിച്ചെഴുതിയത്. അച്ചടിമഷിയുടെ മണവും കടലാസിന്റെ കെട്ടുകളും അവർ ഡിജിറ്റൽ സ്ക്രീനുകളിലേക്ക് മാറ്റി. നമ്മൾ വാർത്തകളെ തേടിപ്പോയിരുന്ന പഴയ രീതി മാറ്റി വാർത്തകൾ നമ്മളെ തേടിവരുന്ന പുതിയൊരു ശീലം അവർ സൃഷ്ടിച്ചു. പത്രത്താളുകളിൽ പരന്നുകിടന്നിരുന്ന നീണ്ട വാർത്തകളെ വെറും 60 വാക്കുകളിലേക്കും ചെറിയ വീഡിയോകളിലേക്കും ചുരുക്കി. സമയമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് അവർ തെളിയിച്ചു. ഇതൊരു ചെറിയ മാറ്റമല്ല. തിരക്കുള്ള ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം ഇൻഷോട്ട്സ് നൽകുന്ന സൗകര്യം വളരെ വലുതാണ്. അനാവശ്യമായ വിവരങ്ങൾ ഒഴിവാക്കി കാര്യങ്ങൾ മാത്രം നിമിഷങ്ങൾക്കുള്ളിൽ അറിയാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ ഡെയിലി ഹണ്ട് ചെയ്തത് മറ്റൊരു വിപ്ലവമാണ്. ഇംഗ്ലീഷ് അറിയാത്ത ഗ്രാമങ്ങളിലുള്ള കോടിക്കണക്കിന് സാധാരണക്കാരിലേക്ക് അവർ വാർത്തകൾ എത്തിച്ചു. പത്രങ്ങൾ എത്താൻ വൈകുന്ന ഇടങ്ങളിൽ പോലും സ്മാർട്ട് ഫോണിലൂടെ തത്സമയ വാർത്തകൾ മലയാളമടക്കമുള്ള പ്രാദേശിക ഭാഷകളിൽ ലഭ്യമായി. 35 കോടിയിലധികം ആളുകളാണ് ഇന്ന് ഈ സേവനം ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് സൗജന്യമായി തോന്നുന്ന ഈ വിപ്ലവത്തിന് വലിയൊരു സാമ്പത്തിക വിലയുണ്ട്. ഇൻഷോട്ട്സ് 228 കോടി രൂപയും ഡെയിലി ഹണ്ട് 710 കോടി രൂപയുമാണ് കഴിഞ്ഞ വർഷം മാത്രം നഷ്ടം രേഖപ്പെടുത്തിയത്. വൻതോതിൽ പണമൊഴുക്കി ഉപഭോക്താക്കളെ പിടിച്ചു നിർത്തുന്ന ക്യാഷ് ബേൺ രീതിയാണ് ഇവർ പിന്തുടരുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്ങിന്റെ ബലത്തിൽ ഇവർ പിടിച്ചു നിൽക്കുമ്പോൾ നിശബ്ദമായി തകരുന്നത് മറ്റൊരു വിഭാഗമാണ്. നമ്മുടെ തെരുവോരങ്ങളിലെ പത്രക്കടകൾ. പതിറ്റാണ്ടുകളായി പത്രവായനയുടെ സംസ്കാരം നിലനിർത്തിയിരുന്ന ആ ചെറിയ കടകൾ ഇന്ന് അസ്തിത്വ പ്രതിസന്ധിയിലാണ്. വിരൽത്തുമ്പിൽ വാർത്ത കിട്ടുമ്പോൾ പത്രം വാങ്ങാൻ ആളില്ലാതാകുന്നു. ആ കടകളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ വരുമാനമാണ് സാങ്കേതിക വിദ്യയുടെ ഈ കുതിച്ചുചാട്ടത്തിൽ ഇല്ലാതാകുന്നത്. മാറ്റം അനിവാര്യമാണ്, അത് നല്ലതുമാണ്. എന്നാൽ ആ മാറ്റം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണോ എന്നതാണ് ദ ഡിസ്റപ്റ്റേഴ്സ് ബാക്കി വയ്ക്കുന്ന ചോദ്യം.